ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. വണ്ടി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വണ്ടി ഒന്ന് മാറ്റിക്കളയാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടൊരു വണ്ടിയൊക്കെ എടുക്കാൻ മോഹിച്ചു വരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു അൾട്ടോ ഒക്കെ ആയിരിക്കും സെറ്റ് ആവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു മോഡൽ വാഹനവുമായിട്ട് തന്നെയാണ്. മാരുതി സുസുക്കിയുടെ അൾട്ടോ LXi 2007 പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ വാഹനത്തിനുള്ളത്. നിലവിൽ 82,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയുണ്ട് പെട്രോളിൽ. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോഴും നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഫ്ലോറിലൊക്കെ നല്ല മാറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ കമ്പനി തന്ന സീറ്റിൽ ചെറിയ കവറിങ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. AC ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെയാണുള്ളത്. അതിന്റെ പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ആ ഫ്ലോറിലൊക്കെ പൊടി കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊന്നും ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള കയറലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയുള്ളത്. നമുക്കിതിന്റെ എൻജിൻ റൂം ഒന്ന് നോക്കാം. ഈ വാഹനത്തിന്റെ ബോണറ്റ് റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ ഈ അപ്രൈസറിലൊന്നും കാര്യമായിട്ട് ഒന്നും വർക്കൊന്നും നടന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയുള്ളത്. രണ്ട് അപ്രൈസറിൽ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ്. കമ്പനി തരുന്ന പേസ്റ്റിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എവിടെയും കാര്യമായിട്ട് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ഒക്കെ നല്ല പുതിയ ബാറ്ററി തന്നെയാണ്. ബോണറ്റ് മാത്രമാണ് റീപ്ലേസ്മെന്റ് പറയാനുള്ളൂ. ഇതിന്റെ ഡിക്കി ഭാഗം നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഫ്ലോറൊക്കെ ഒരു ആവറേജ് വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പോ അതിന്റെ സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗങ്ങളായാലും തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു ആവറേജ് സ്റ്റെപ്പിനി ഇടാറൊക്കെ വരുന്നുണ്ട്. അതിൽ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ടയർ ഭാഗങ്ങൾ നോക്കാം. ടയർ 4 ടയറുകളും ഒരു ആവറേജ് ടയറുകൾ ഉണ്ട്. ഹെഡ്ലൈറ്റുകളൊക്കെ അത്യാവശ്യം ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെ ഉണ്ട്. മൊത്തത്തിൽ പുറമോടിയിലെവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ പാച്ച് വർക്കോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ബോഡി ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റുകളും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 90,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വിളിക്കുമ്പോൾ മണ്ണാർക്കാട്ടുകാരൻ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ വാഹനം സ്വന്തമാക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇപ്പൊ ഓണൊക്കെയാണ്. അപ്പോ എല്ലാവർക്കും ഒരു വാഹനം അത്യാവശ്യം തന്നെയാണ് യാത്ര ചെയ്യാനും ഇതിനൊക്കെ. അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരത് സ്റ്റീലിന്റെ ഓപ്പോസിറ്റ് ഉള്ള MT യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക. അടിപൊളി നല്ല കിടിലൻ വണ്ടി തന്നെയാണ്. ഫ്ലോറിലൊന്നും തുരുമ്പൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനം എടുത്തു കൊണ്ടുപോവാം. കൂടുതൽ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാങ്ങാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്റെ ചാനലില് എല്ലാ വാഹനങ്ങളുടെയും വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൾട്ടോ തൊട്ട് ഏറ്റവും 15 ലക്ഷം 16 ലക്ഷം വരെ വരുന്ന എല്ലാ ആഡി കാറുകളുടെയും വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെയിലായ കാറുകളാണെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് തരം വാഹനമാണ് എങ്കിലും, ഏത് കമ്പനിയുടെ വാഹനമാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളുടെ നമ്പർ നോക്കി അതിലേക്ക് വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. അപ്പോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും നന്ദി, നമസ്കാരം. താങ്ക് യു.